ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുർമി. വെൽക്കം ടു സുർമി വേൾഡ്. ഇന്നൊരു അഡാർ ഐറ്റം ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ബ്രോസ്റ്റ് ആണെന്ന്, അല്ലേ? ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓട്സ് ഇടാതെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു സാധാ ബ്രോസ്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു KFC മോഡലൊരു ബ്രോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ റെസിപ്പി എൻ്റെ ഉപ്പച്ചിൻ്റെതാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചിയാണ് എൻ്റെ കൂടെ ഇത് ഉണ്ടാക്കാനുള്ളത്. നമുക്കിനി ഈ ചിക്കൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. കാരണം ഇതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മസാല ഒക്കെ ഉള്ളിൽ ചേരുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും ചോപ്പ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. ആദ്യമായി നമുക്ക് ലെമൻ്റെ ഹാഫ് ഭാഗം കട്ട് ചെയ്യണം. എന്നിട്ട് ആ ഹാഫ് ഭാഗം നമുക്ക് ഫുള്ളായി ഈ ചിക്കനിലോട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച പേസ്റ്റ് ഈ ചിക്കനിലോട്ടൊന്ന് ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി 4 മണിക്കൂറോളം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെങ്കിൽ 2 മണിക്കൂറും മിനിമം വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ മസാല ഒക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കാശ്മീർ പൗഡർ, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചെറിയ ജീരകം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായി ഓട്സ് വേണം. നിങ്ങളുടെ അടുത്ത് ഏത് ഓട്സാണ് ഉള്ളത് ആ ഓട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ഓട്സാണ് ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഓട്സാണ് എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തെടുക്കണം. നിങ്ങൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കരുത്, കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കണം. അടുത്തത് ഞാൻ ഒരു ബൗളിൽ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയുടെ ടേസ്റ്റ് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ, പിന്നെ പൗഡറും ഓട്സും അതുപോലെ തന്നെ എഗ്ഗും. ഇതിന് നമുക്ക് നന്നായി ഒന്ന് ഈ പൗഡറിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം എഗ് ബാറ്ററിലൊന്ന് മുക്കിയെടുത്ത് നമ്മൾ ഓട്സിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാതൊന്ന് ചെയ്തെടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്താലോ? ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസും നമുക്ക് ഇതിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചട്ടിയിൽ 2 ചിക്കൻ പീസ് ഇതിൽ കൊള്ളുള്ളൂ. പിന്നെ വലുതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ എണ്ണ യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. ചിക്കൻ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ ഭാഗം ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ചിക്കൻ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് നിങ്ങൾ എല്ലാതും കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അഡാർ KFC സ്റ്റൈൽ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാതും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഓക്കെ ബൈ. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം കുറേ സമയമായി കിട്ടി. ഇന്ന് കഴിക്കല്ലേ? എന്നാ എടുത്തോളൂ. എങ്ങനെയുണ്ട് അറിയാലോ. അതെന്താ? കൊളസ്ട്രോ. ഇനി ഗാർലിക് സോസ് സൈഡിൽ പോട്ടെ. പെപ്പറൊക്കെ ആഡ് ചെയ്താണ്. പെപ്പർ ആഡ് ചെയ്തല്ലേ? വെറൈറ്റിയാ. കുറച്ച് പത്താത്തീസ്. വായിലിപ്പോ തന്നെ വെള്ളം പറഞ്ഞുണ്ട്. വേഗം നോക്ക്. ആ കുറച്ച് സോസ് കച്ചപ്പെടുക്ക്. ആ മതി മതി മതി, അതൊന്നും അധികം വേണ്ട. കൊടുക്ക്. അവളാണ് കച്ചപ്പിൻ്റെ ആള്. ടേസ്റ്റ് ചെയ്തോ. ആദ്യം സുറുമി ടേസ്റ്റ് ചെയ്യട്ടെ. എമ്മിയാ ഒന്ന് കഴിച്ചോടട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. KFC മാതിരി ഉണ്ടോ? സ്വയം പുകഴ്ത്താണോ? സംഗതി ഉഷാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്തില്ലെങ്കിൽ അവർക്ക് പോയി. അപ്പം ഞങ്ങളത് വീഡിയോ എടുത്തിരുന്നാൽ ഞങ്ങൾ തീറ്റ അടക്കില്ല. ചൂടാറിന് നിങ്ങൾ കഴിക്കണം കേട്ടോ. ഓക്കെ.